flying over a thing called the Gulf of America. Vamos a llamarle América Mexicana. Se oye bonito, ¿no? ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടൽ എന്ന് നാമകരണം ചെയ്യുമെന്ന് ട്രംപ് വീമ്പിളക്കിയപ്പോൾ നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്ക എന്ന് വിളിക്കണമെന്ന് തിരിച്ചടിച്ച ഒരു മിടുക്കിയുണ്ട്. ട്രംപ് എന്ന് കേട്ടാൽ ലോകം മുഴുവൻ മുട്ടിടിക്കുന്ന ഈ കാലത്ത് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയ വനിത. ട്രംപിന്റെ ഉത്തരവുകൾക്ക് മുന്നിൽ ബാധിക്കപ്പെട്ട രാഷ്ട്രത്തലവന്മാർ വിനയകുലീനരായി ഓച്ചാനിച്ചു നിന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ തനിക്ക് പറയേണ്ടത് പറയാൻ ധൈര്യം കാട്ടിയയാൾ ഒരുപക്ഷെ ട്രംപിനെ ചോദ്യമുനയിൽ നിർത്താൻ കെൽപ്പ് കാണിച്ച ഒരേ ഒരു ഭരണാധികാരി. അമേരിക്കയുമായി 3145 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ട്രംപ് മഹാപതിൽ കിട്ടി അകറ്റാൻ നോക്കുന്ന അയൽ രാജ്യം മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം. ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൌസിൽ ട്രംപും ജോർദാൻ രാജാവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം പലവിധ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. ഗസ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി പലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ട്രംപ് പറഞ്ഞു തൊട്ട് അംഗീകരിക്കാനും വയ്യ, എന്നാൽ അത് ട്രംപിനോട് പറയാനും വയ്യ എന്ന മട്ടിലായിരുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ അന്നത്തെ ഇരിപ്പ്. ട്രംപ് കാര്യം നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വെട്ടിത്തുറന്ന് പറയാനാകാതെ ഒരു പതർച്ച. ഇത് അറബ് ലോകത്ത് വിമർശനങ്ങൾക്കും വഴി തുറന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടെന്ന ലോജിക്ക് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാം മുന്നോട്ട് വെക്കുന്നത്. മെക്സിക്കോയുടെ 200 വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. മെക്സിക്കൻ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച് 70 വർഷങ്ങൾക്ക് ശേഷം വൻ ഭൂരിപക്ഷത്തോടെ അധികാര കസേരയിലെത്തിയ ഇടതുപക്ഷക്കാരി. റോമൻ കത്തോലിക്ക രാജ്യത്ത് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ ജൂത വംശജ. മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ കണ്ണാടി മേൽക്കൂര പൊട്ടിച്ച് അധികാരത്തിലേക്ക് നടന്നെടുത്തവളെന്ന് രാഷ്ട്രീയ വിചക്ഷണർ വാഴ്ത്തിയ ആളാണ് ആൻഡ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ പിൻഗാമിയായ ക്ലോഡിയ ഷെയ്ൻബാം. ബൾഗേറിയയിൽ നിന്നും മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത കുടുംബമാണ് ക്ലോഡിയ ഷെയ്ൻബാമിന്റേത്. ആക്ടിവിസ്റ്റുകളും അക്കാദമിക് വിദഗ്ധരുമായിരുന്നു അവരുടെ മാതാപിതാക്കൾ. അമ്മ ആനി പാഡോച്ചെമോ മെക്സിക്കോ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ബയോളജിസ്റ്റുമായിരുന്നു. അച്ഛൻ കാർലോസ് ഷെയ്ൻബാം ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. 1962 മെക്സിക്കോ സിറ്റിയിലായിരുന്നു ക്ലോഡിയ ഷെയ്ൻബാം ജനിച്ചത്. മെക്സിക്കോയിലും കാലിഫോർണിയയിലുമായി അവർ പഠനം പൂർത്തിയാക്കി. ഊർജ്ജത്തെയും പരിസ്ഥിതിയെയും സുസ്ഥിര വികസനത്തെയും സംബന്ധിച്ചുള്ള 100-ലധികം ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർ ഗവൺമെന്റൽ പാനലിൽ ഉൾപ്പെട്ടിരുന്നു. BBC-യുടെ 2018 ശക്തരായ 100 വനിതകളുടെ പട്ടികയിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പഠനകാലത്തും മെക്സിക്കോ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിരുന്നപ്പോഴും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നയാളാണ് ഷെയ്ൻബാം. 2000-ന്റെ തുടക്കത്തിൽ മെക്സിക്കോയുടെ പരിസ്ഥിതി മന്ത്രിയായി ചുമതലയേറ്റാണ് അവർ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവരുന്നത്. ലോപ്പസ് ഒബ്രഡോർ തന്നെയായിരുന്നു അവരുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവും വഴികാട്ടിയും. പിന്നീട് 2006 മെക്സിക്കോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലോപ്പസ് ഒബ്രഡോർ പരാജയപ്പെട്ടപ്പോൾ ഷെയ്ൻബാം തിരികെ സർവകലാശാലയിലെ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഇക്കാലയളവിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നിർണായക സംഭാവനകളിൽ പങ്കാളിയാകുന്നത്. 2015 ഷെയ്ൻബാം മെക്സിക്കോ സിറ്റിയിലെ ക്ലാൻപാൻ ജില്ലയുടെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും വിവാദങ്ങൾക്ക് പാത്രമാകേണ്ടിയും വന്നു. പക്ഷേ ഏത് സാഹചര്യത്തെയും വളരെ കൂളായി നേരിടുന്നതിനാൽ ഇവർ പൊതുവെ ഐസ് ലേഡി എന്നറിയപ്പെട്ടു. 2018 ജൂലൈയിലാണ് മെക്സിക്കോ സിറ്റിയുടെ ആദ്യത്തെ വനിതാ മേയർ പദവിയിലേക്ക് ഷെയ്ൻബാം എത്തുന്നത്. കോവിഡ് മഹാമാരി കാലത്തെ അവരുടെ പ്രവർത്തനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 ജൂണിൽ ഷെയ്ൻബാം മെക്സിക്കോ സിറ്റിയുടെ മേയർ സ്ഥാനം ഒഴിഞ്ഞ് ഇടതു പാർട്ടിയായ മൊറേനയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. US മെക്സിക്കോ പോരിന് വീണ്ടും എണ്ണ പകർന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റണമെന്ന ട്രംപിന്റെ മുഖമാണ്. ക്യാപിറ്റോളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയായിരുന്നു ട്രംപ് ആ വെടിപൊട്ടിച്ചത്. പിന്നാലെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗൾഫ് ഓഫ് അമേരിക്ക ദിന പ്രഖ്യാപനം, ആധിപത്യം കാണിക്കാൻ എയർഫോഴ്സ് വണ്ണിൽ കടലിന് മുകളിലൂടെ പറക്കൽ, അങ്ങനെ ട്രംപിന്റെ പ്രഹസനങ്ങളെല്ലാം തകൃതിയായി നടന്നു. ഗൂഗിൾ മാപ്പ് വരെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേര് മാറ്റി. എന്നാൽ എല്ലാം അങ്ങ് കണ്ടും കേട്ടും വെറുതെ ഇരിക്കാൻ മെക്സിക്കോ തയ്യാറായില്ല. ട്രംപിന്റെ ട്രോളിയും ഹീറോ കൃത്യം ഭാഷയിൽ തിരിച്ചടിച്ചും മെക്സിക്കോയും ഐസ് ലേഡി പ്രസിഡന്റ് ഷെയ്ൻബാമും രംഗത്തുണ്ടായിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കാന എന്നോ മെക്സിക്കൻ അമേരിക്ക എന്നോ ആക്കി മാറ്റണമെന്നായിരുന്നു ഷെയ്ൻബാമിന്റെ കമന്റ്. 1814 സ്വതന്ത്ര മെക്സിക്കോ നിലവിൽ വരുമ്പോഴുള്ള രേഖകളടക്കം ഷെയ്ൻബാം വാർത്താ സമ്മേളനത്തിൽ തെളിവുകളായി നിരത്തി. 1607 ഒരു ഭൂപടത്തിന് മുന്നിൽ നിന്നായിരുന്നു അവർ സർവാധിപതി ചമയുന്ന ട്രംപിനെ ചോദ്യം ചെയ്തത്. മെക്സിക്കൻ അമേരിക്ക അത് കൊള്ളാമല്ലേ എന്നായിരുന്നു പരിഹാസം. ട്രംപിന്റെ വാക്കും കേട്ട് മാപ്പിൽ പേര് മാറ്റാൻ ഇറങ്ങിയ ഗൂഗിളിനും കിട്ടി ഷെയ്ൻബാമിന്റെ വക പൊട്ട്. നടപടിയിൽ മുന്നോട്ട് പോയാൽ കോടതിയിൽ കാണാമെന്നായിരുന്നു മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. മെക്സിക്കോ കാർട്ടലുകളെ തീവ്രവാദ ഗ്രൂപ്പുകളായി പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടിക്കെതിരെയും ഷെയ്ൻബാം അവതരിച്ചിരുന്നു. മെക്സിക്കോയിലെ ക്രിമിനൽ ഗ്രൂപ്പുകളെ തീവ്രവാദ സംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കെതിരെയും നിയമ നടപടി വിപുലീകരിക്കേണ്ടി വരുമെന്നായിരുന്നു ഷെയ്ൻബാമിന്റെ മുന്നറിയിപ്പ്. മെക്സിക്കോയിലെ ക്രിമിനൽ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന 74% ആയുധങ്ങളും വടക്കൻ അതിർത്തിയിൽ നിന്നാണ് വരുന്നത്. ഇത് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണെന്നും അമേരിക്കയിൽ നിന്ന് ഓരോ വർഷവും 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ തോക്കുകൾ മെക്സിക്കോയിലേക്ക് കടത്തപ്പെടുന്നുണ്ടെന്നും മെക്സിക്കോ ചൂണ്ടിക്കാട്ടുന്നു. അതായത് തോക്ക് കടത്തൽ നിർത്തിയില്ലെങ്കിൽ കേസാകുമെന്നാണ് ഷെയ്ൻബാം ട്രംപിനെ വിരട്ടിയത്. US-ലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ആപ്പുവെച്ചത്. എന്നാൽ തന്റെ സർക്കാരിന് മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ളത് വൈറ്റ് ഹൌസിന്റെ അപവാദ പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി തക്കതായ ഇടപെടൽ നടത്താൻ ഷെയ്ൻബാം മടിച്ചില്ല. ബലപ്രയോഗത്തിലൂടെ ഒന്നും നടക്കില്ലെന്നും എല്ലാത്തിനും കാര്യകാരണം വേണമെന്നുമായിരുന്നു ഷെയ്ൻബാം അന്ന് ട്രംപിനോട് പറഞ്ഞത്. US ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഷെയ്ൻബാമിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നതും ഇറക്കുമതി തീരുവ പ്രാബല്യത്തിലാക്കുന്നത് മരവിപ്പിക്കുന്നതും. US-ൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള തോക്കുകടത്തൽ തടയാൻ നടപടിയെടുക്കാമെന്ന് ട്രംപിനെ കൊണ്ട് ഉറപ്പ് പറയിപ്പിക്കാനും ക്ലോഡിയ ഷെയ്ൻബാമിനായി. പകരം US-ലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ
മെക്സിക്കോ അതിർത്തിയിൽ 10,000 സൈനികരെ ഇറക്കാമെന്നായിരുന്നു അവർ സമ്മതിച്ചത്.